ഒരു അതർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ വിലയിൽ ഒരു ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം നമ്മളൊരു മാസം മുന്നേ ഈ വാഹനം ഓൾറെഡി സെയിലിട്ടിരുന്നു കേട്ടോ. അന്നൊരു 27 ലക്ഷം റുപ്യ ഇട്ടിട്ടാണ് നമ്മൾ സെയിലിട്ടിരുന്നത്. ഇത് പാർട്ടി വണ്ടിയാണ്, പാർട്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് അവർക്കൊരു അർജൻറ്റ് സെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 26,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാം. 26,25,000 രൂപ കിട്ടും. അത് അതർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ സെയിം വിലയിലാണ് തരുന്നത്. ഒറിജിനൽ കേരള വാഹനം കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. 2,85,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. ഏകദേശമൊക്കെ കമ്പനി ഹിസ്റ്ററിൽ ഒരു വാഹനമാണ്. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലയിൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ബോഡി, ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കയാണ്. 2 വീലർ ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു 80% ടയർ ഭാഗം വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40-50% വരുന്നുള്ളൂ. 24 ലക്ഷം ഐഡിയ വിട്ടാണ് പുതിയ ഇൻഷുറൻസും തരും കേട്ടോ. നിങ്ങൾക്ക് ഒരു IT ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ള് ലോണിൽ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകുക. ഒരു രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഫുൾ ലോണിൽ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകുക. അല്ല സാധാരണക്കാരെ നമ്മളെപ്പോലെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 24 ലക്ഷമൊക്കെ നമുക്ക് ഫിനാൻസും ഈ വാഹനത്തുമ്പോൾ വാങ്ങിക്കൊടുക്കാം കേട്ടോ. ഇത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ്. ഇതൊരു പർപ്പിൾ കളറിലാണ് വരുന്നത്. നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് കരുതും. പർപ്പിൾ കളറാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. മെറ്റാലിക് പർപ്പിൾ കളറാണ് ഈ വരുന്നത്. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബമ്പർ ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു ഫെൻഡറും വേറെ ഫ്രണ്ട് ഗ്ലാസോ അല്ലെങ്കിൽ ഡോറുകളോ ബോണറ്റോ അല്ലെങ്കിൽ ഫ്രണ്ടേജ് ഭാഗത്ത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഏകദേശം പക്കയാണ്. 1-2 സർവീസ് മാത്രമേ പുറത്ത് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള സർവീസൊക്കെ കമ്പനി ചെയ്ത വാഹനം തന്നെ കേട്ടോ. അതേപോലെ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഇത്ര കിലോമീറ്റർ ഓടിക്കണമെങ്കിലും ആ ഒരു പരിക്കോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത ക്വാളിറ്റി കമ്മിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഇപ്പോഴും ഒരു 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനത്തിൻ്റെ അതേ സുഖം ഈ ഓടിക്കുമ്പോൾ ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 40-50% ബാക്ക് ടയർ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. ഈ ബമ്പറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി ഏതൊരു ഭാഗത്തും ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാല്ല. ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ്. ചെറിയ 1-2 സ്ക്രാച്ചസ് കാര്യങ്ങൾ ബമ്പറിൻ്റെ ഭാഗത്തുണ്ട്. ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. ഒരു പർപ്പിൾ കളറിലാണ്. ഒരു ബുട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്കിൽ അടുത്ത് വരുമ്പോൾ ഒരു പർപ്പിളായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു കളറാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. 2 വീലർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. 2 വീലർ ഓട്ടോമാറ്റിക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂയിസ് കൺട്രോള്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. സീറ്റ് വൈസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സീറ്റ് കവറാണ്. ലെതർ സീറ്റ് കവർ, കമ്പനി സീറ്റ് കവറാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ഒറിജിനൽ ലെതർ സീറ്റ് കവറിനുള്ളിൽ ഏതൊരു ഭാഗത്തോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ക കണ്ടീഷനാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ ബാക്ക് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ആക്സിഡൻറ്റ് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും നമ്മൾ തരുന്നുണ്ട്. മെക്കാനിക്കലൊക്കെ പക്കയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 2017 മോഡൽ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വാഹനം ഒരു അതർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ വിലയിലാണ് തരുന്നത്. വെറും 26,25,000 രൂപക്കാണ് ഈ വാഹനം ഫൈനലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ബാർഗൈനി കാര്യങ്ങളൊന്നും ഇതുമല്ല. ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് 26,25,000 രൂപ കേട്ടോ. ഇതുമ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു IT ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലോണിൽ ഒരു രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയും. അതല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 24-25 ലക്ഷം റുപ്യൊക്കെ ഫിനാൻസും ഈ വാഹനത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.